ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഒരുപാട് വിഷയങ്ങൾ ഇന്നുമുണ്ട്. പ്രധാനമായും നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം നമുക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിനിടയ്ക്കും യുദ്ധം ഇപ്പോഴും അവസാനിക്കാതെ ഇന്ന് 3 ആഴ്ചയായിരിക്കുന്നു. നമ്മളതൊന്ന് പരാമർശിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് കിടക്കാം. യുദ്ധം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. ഒരു ശ്രീലങ്കയ്ക്ക് തൊട്ടടുത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപിൽ പോലും ഇറാന് ബോംബ് വർഷിക്കാൻ പറ്റുന്നു. അമേരിക്കയെ തീർച്ചയായിട്ടും ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളൊക്കെ ആക്രമിക്കുമ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വലിയ എണ്ണ പ്രതിസന്ധി ഉണ്ടാകുന്നു, പാചകവാതക പ്രതിസന്ധി ഉണ്ടാകുന്നു, സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാകുന്നു. ഇതിന് അനുസരിച്ച് അമേരിക്കയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കൂടുന്നു. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ലോകം, ഒരുപക്ഷെ ട്രംപ് പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് ഈ പ്രതിസന്ധി പോവുകയാണ്. അതാണ് അതിൻ്റെ പോയിന്റ്. കാരണം നമ്മൾ യുദ്ധം ആരംഭിച്ചപ്പോൾ കരുതിയത് ഇത് പെട്ടെന്ന് തീരുമെന്നാണ്. പക്ഷേ ഇതിപ്പം ട്രംപോ നമ്മൾ ആരും സങ്കല്പിക്കാത്ത തരത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകക്രമം തന്നെ മാറ്റുന്ന. അതായത് ഇറാന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെല്ലാം അറബ് രാജ്യങ്ങളാണ്. ഇറാൻ ഈ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് അമേരിക്ക സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. പക്ഷേ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇറാൻ വ്യാപകമായി ഈ അറബ് രാജ്യങ്ങളെ ആക്രമിച്ചതോടെ അവരെല്ലാം വലിയ പ്രതിസന്ധിയിലായി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് പ്രതിസന്ധിയിലാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഇറാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് അത് ഉപയോഗിക്കുന്നവർ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചൈനയോ ജപ്പാനോ ഇന്ത്യയോ ഒന്നും ഉണ്ടാക്കിയ യുദ്ധമല്ല, ഇത് അമേരിക്ക ഉണ്ടാക്കിയ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും അമേരിക്കയ്ക്കാണ്. പക്ഷേ അമേരിക്ക പറയുന്നു നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളാം, അത് ഞാൻ ബോംബിട്ടു, ഇനി നിങ്ങൾ വേണമെങ്കിൽ യുദ്ധം ചെയ്തോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. രമേശ് ആദ്യം പറഞ്ഞു, ഡിഗോ ഗാർസിയയിലത്തേക്ക് ഒരു മെസ്സേജ് എന്ന് പറയുമ്പോഴേ 4000 കിലോമീറ്റർ ദൂരത്തേക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇറാൻ. അവിടെ അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശ്രീലങ്കയിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് വിമാനം ഇറക്കാനല്ല, അമേരിക്കയുടെ സൈനിക വിമാനം ഇറങ്ങാൻ പോലും സമ്മതിക്കാത്തതിന് കാരണം ശ്രീലങ്കയിലെ ഭരണാധികാരികൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണ്. അവിടെ ഒരു താവളം ഉണ്ടായാൽ അവിടെ ആക്രമിക്കപ്പെടാം. അവിടെ അടുത്ത കാലത്ത് വലിയ ദുരിതങ്ങളുടെ, വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം, അങ്ങനെ വലിയ ദുരിതം, സാമ്പത്തിക ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ നിൽക്കുന്ന ശ്രീലങ്കയ്ക്ക് ഒരു യുദ്ധം കൂടെ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അതിൽ നിന്ന് പിന്മാറിയെന്ന് വേണം ഇതിൽ മനസ്സിലാക്കാം. നമ്മളൊന്ന് ആലോചിക്കാം, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരം ജില്ല കൊള്ളവരെ നമ്മൾ ശരിക്കും നമ്മൾ അത്ര ദൂരമല്ല ഇത്. മാൽദീവ്സും അല്ലെങ്കിൽ ശ്രീലങ്കയും ഈ ദ്വീപൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ചുറ്റുവട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാസമുദ്രത്തിൽ. അപ്പോൾ ഏതായാലും ഇതിനൊരു അന്തിമ പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. കാര്യം ഈ ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ദുരിതങ്ങൾ സംഭവിക്കും. നമ്മുടെ നിത്യജീവിതത്തെയൊക്കെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വളരെ അടച്ചു കഴിഞ്ഞു, ഹോട്ടലുകളെല്ലാം പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും മോശമായൊരവസ്ഥയിലേക്ക് എത്തും. ഇന്ത്യ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവർക്കും സ്വീകാരണ ഒരാളാണെന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെട്ടാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായിട്ട് ഒരു ആവശ്യപ്പെട്ടോ ഇല്ലെന്ന് അറിയില്ല. എങ്കിൽ പോലും നരേന്ദ്രമോദി ഒന്ന് മുൻകൈ എടുത്ത് ഇറങ്ങിയാൽ ഇപ്പം ഐക്യരാഷ്ട്രസഭയൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. ഇറാൻ ഇന്ത്യ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടത്തിലും ഇസ്രായേലുമായി നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്ത്യയുടെയൊക്കെ ഒരു മുൻകൈ എടുത്ത് ഇക്കാര്യത്തിലൊരു വളരെ നല്ല പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അത് പ്രത്യേകിക്കാൻ മാത്രമേ കേൾക്കാം. കാരണം 3 ആഴ്ചയായിരിക്കും എന്നുള്ളത് നമ്മൾ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഏതായാലും നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ എല്ലാവരും നോമിനേഷൻ കൊടുക്കാനുള്ള തിക്കും തിരക്കുമാണ്. സുധീർ കരമന തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. പ്രഖ്യാപിച്ച അടുത്ത നിമിഷത്തിൽ തന്നെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്ന ആദ്യത്തെ കേരളത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മാറുകയാണ്. പ്രഖ്യാപിക്കുന്നു, 5 മിനിറ്റ് കൊണ്ട് തന്നെ നോമിനേഷൻ കൊടുക്കുകയാണ്. ഇത് ഈ മണ്ഡലത്തിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് തിരുവനന്തപുരം സെൻട്രൽ, മുമ്പ് തിരുവനന്തപുരം വെസ്റ്റ് ആയിരുന്ന മണ്ഡലം. ഈ വെസ്റ്റ് മണ്ഡലം പണ്ട് വേറൊരു അത്ഭുതം ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞില്ല. 1980 അവിടെ അന്ന് UDF മുസ്ലിം ലീഗിനായിരുന്നു ഈ സീറ്റ് ഉണ്ടായിരുന്നത്. അന്ന് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന പ്രധാനപ്പെട്ട നേതാവായിരുന്ന റഷീദ്, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നു. അദ്ദേഹം നോമിനേഷൻ തള്ളിപ്പോകുന്നു. എന്തോ സാങ്കേതിക പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഡമ്മിയായി കൊടുത്തിരുന്നത് PA മുഹമ്മദ് കണ്ണെന്ന് പറയുന്നത് തിരുവനന്തപുരത്തേനെ മറ്റൊരു ലീഗിൻ്റെ നേതാവാണ്. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയല്ല പത്രിക കൊടുത്തത്. അദ്ദേഹം ഡമ്മി കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ കൊടുത്തു. അവസാനം എന്ത് സംഭവിച്ചു? PA മുഹമ്മദ് കണ്ണ് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു. സ്ഥാനാർത്ഥിയാകുന്നു, അദ്ദേഹം 80 ജയിക്കുന്നു. അദ്ദേഹം 82 ഒരിക്കൽ കൂടി അദ്ദേഹം MLA ആയി എന്നുള്ളതാണ്. ഈ മണ്ഡലം അത്ഭുതം സൃഷ്ടിക്കാനുള്ള ഒരു മണ്ഡലം. അതേപോലെ തന്നെ ഈ മണ്ഡലത്തിൽ അവസാന നിമിഷം പത്രിക കൊടുത്ത ഒരാളായിരുന്നു സുരേന്ദ്രൻപിള്ള. അതായത് അവസാന മണിക്കൂറിൽ പത്രികാ സമർപ്പണം തീരുന്നതിൻ്റെ സമയത്ത്. കാര്യം ആന്റണി രാജുവിനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അന്ന് സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. VS പറ്റൂല എന്ന് പറയുന്നു.
അപ്പോൾ ആന്റണി രാജു ആണ് തിരുവനന്തപുരത്ത് അന്നത്തെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുന്നു. ആ സ്ഥാനാർത്ഥി നിന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് വി എസ് അച്യുതാനന്ദന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ വി എസ് ഇടപെടുന്നു. ഇത് പറ്റില്ല എന്ന് പറയുന്നു, ഒരു ഹെവി വെയിറ്റ് വേണമെന്ന് പറയുന്നു. അപ്പോൾ പണ്ട് പുനലൂരിൽ നിന്ന് MLA ആയിട്ടുള്ള സുരേന്ദ്രൻപിള്ളയെ PJ ജോസഫ് അടിയന്തരമായി ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹം പത്തനാപുരത്തേക്കുള്ള പുനലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. യാത്ര എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേന്ദ്രൻപിള്ള പുനലൂർ മത്സരിക്കാനുള്ള യാത്രയിലായിരുന്നു എന്ന് കഥയുണ്ട്. കാര്യം അദ്ദേഹം അന്ന് വെള്ളാള മഹാസഭയുടെ നേതാവ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 4 മണിയോടെയാണ് പത്രിക അവസാന നിമിഷമാണ് അദ്ദേഹം വന്നിട്ട് വഞ്ചിയിലുള്ള സുരേന്ദ്രപിള്ളയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, അദ്ദേഹം ആദ്യം ഒരു MLA അത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. അത് പുനലൂർ MLA ആയിരുന്ന 83 മറ്റുള്ള സാം ഉമ്മൻ എന്നൊരാളായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ. അദ്ദേഹം രോഗബാധിതനെ പെട്ടെന്ന് അന്തരിക്കുക, ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം അന്തരിച്ചപ്പോഴാണ് ഈ സുരേന്ദ്രപിള്ളയുടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ അന്ന് സുരേന്ദ്രപിള്ളയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ശിവാജി ഗണേശൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. ശിവാജി ഗണേശൻ അന്ന് കോൺഗ്രസ് നേതാവാണ്. ഇത്തവണയും സുരേന്ദ്രപിള്ള പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ സുരേന്ദ്രപിള്ളയ്ക്ക് ഇല്ല. കരമന ജയനാണ് സെൻട്രലിലെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. നമുക്ക് ഈ BJP സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിവിധ വശങ്ങൾ, BJPയുടെ നിലപാട് അല്ലെങ്കിൽ നില എന്തായിരിക്കും എന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മളിന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPയുടെ ഒരു പ്രധാന സീറ്റുകളിലൊന്നാണ്. BJPക്ക് വോട്ടുള്ള ഒരു സീറ്റാണ്. ശ്രീശാന്ത് തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ നമുക്കറിയാം വലിയൊരു പ്രചരണമൊന്നും നടത്താതെ തന്നെ അന്ന് ശ്രീശാന്തിന് 35,000-ഓളം വോട്ട് വോട്ട് കിട്ടിയിരുന്നു. തുടർന്ന് പക്ഷേ അടുത്തവണ കൃഷ്ണകുമാർ ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി, നടൻ കൃഷ്ണകുമാറിനും കുറച്ച് വോട്ട് കൂട്ടാൻ പറ്റി. ഒരുപക്ഷെ വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നും അജ്ഞാത കാരണമാണ്. എന്നാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയുണ്ട്. ഈ തീരമേഖല എന്ന് പറഞ്ഞാൽ BJPക്ക് അന്യമായൊരു തീരമേഖലയാണ് തിരുവനന്തപുരത്തെ തീരമേഖല. എന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തെ 3ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ തീരമേഖലയുണ്ട്, പിന്നെ RSSന് വളരെ സ്വാധീനമുള്ള RSSൻ്റെ ഉരുക്ക് കോട്ടകൾ തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്, സെൻട്രൽ മണ്ഡലത്തിലാണ്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിനോ CPM-നോ ഒക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അപ്പം കരമന ജയൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ സെൻട്രൽ മണ്ഡലത്തിൽ ഉള്ള ഒരു ജില്ലാ പ്രസിഡന്റാണ്. സെൻട്രൽ മണ്ഡലത്തിലാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നത്. ഈ സെൻട്രൽ മണ്ഡലത്തിലെ മിക്കവാറും ആളുകൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദുക്കളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ BJPക്ക് സംഘടനാ സംവിധാനമുള്ള മേഖലയായ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന മേഖലയ്ക്ക് അപ്പുറത്തുള്ള മേഖല, തീരദേശം വിട്ടുള്ള മേഖലയിൽ കരമന ജയന് കടന്നു കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീശാന്തിനായാലും കൃഷ്ണകുമാറിനായാലും മറ്റേ മേഖലയിൽ വലുതായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. BJP സ്വാധീന മേഖലയ്ക്ക് പുറത്ത് ശ്രീശാന്തിന് ഒരുപക്ഷെ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 13,000 വോട്ടിൽ നിന്നാണ് പുള്ളി BJP അതിനു മുമ്പ് മത്സരിച്ച BK ഷെയറായിരുന്നു, അദ്ദേഹത്തിന് 13,000-14,000 വോട്ടേ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ശ്രീശാന്ത് 35,000 ആക്കി. അപ്പോൾ ശ്രീശാന്തിന് അങ്ങനെ പറയാം. പക്ഷേ കൃഷ്ണകുമാറിന് അത് ഉയർത്താൻ പറ്റില്ല, മറ്റേ മേഖലകളിൽ കടന്നു കയറാൻ പറ്റിയില്ല. ആ കടന്നു കയറാനുള്ള ശേഷി ശശി തരൂരിന് പലപ്പോഴും സഹായകരമായി മാറാറുള്ളതും ഈ ഒരു തീരദേശ മേഖലയും ഇപ്പുറത്ത് തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്തെ ഭാഗം വഞ്ചിയൂരും വഴുതക്കാടും ഒക്കെ ആ ഭാഗവും കൂടെ കരമന ജയന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നുഴഞ്ഞു കയറാൻ പറ്റിയാൽ തീർച്ചയായിട്ടും BJPയുടെ വോട്ട് വീതം വലുതായിട്ട് അതാണ് എനിക്ക് രമേശ് വളരെക്കാലം BJPയുടെ ബീറ്റ് നോക്കിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ കൂടെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നിയമസഭ ആണെങ്കിലും ലോക്സഭ ആണെങ്കിലും ഒക്കെ തന്നെ BJP പലപ്പോഴും പണ്ടൊക്കെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി അല്ല എന്നുള്ളൊരു ധാരണ തന്നെയാണ് ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറുകയും BJP ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ അവർ. ഇപ്പം തന്നെ കരമന ജയൻ നിർബന്ധപൂർവ്വം തിരുവനന്തപുരം സെൻട്രലിൽ ചോദിച്ചു വാങ്ങിക്കുകയാണ്, എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചാണ് പല പ്രമുഖരും അവിടേക്ക് പരിഗണിക്കപ്പെട്ടു. പക്ഷേ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭൂമികയിൽ തന്നെ. അതെ, പിന്നെ കരമന ജയന് വളരെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉള്ള RSSകാരനായിരുന്നു. അങ്ങനെ കരമന ജയന് അട്ടിമറി ജയിക്കുമെന്നല്ല, എന്നാലും ജയത്തിനോട് അടുത്ത് വരെ എത്താൻ കരമന ജയൻ ഒരിക്കലും മണ്ഡലത്തിൽ അപരിചിതനല്ല. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ CP ജോണാണ്. ഇവിടെ മതം ഒരു വലിയ വിഷയമായി മാറുന്നൊരു മണ്ഡലമാണ്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി കരമന ജയനാണ്. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭൂമികയെ നിശ്ചയിക്കും. കരമന ജയൻ മത്സരിക്കുമ്പോൾ സുധീർ കരമന എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഇതിൽ BJPയുടെ തിരുവനന്തപുരത്തെ വിജയത്തെ ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കാൻ പോകുന്ന ഘടകം. സുധീർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ്. നമ്മൾ സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ BJPക്ക് ഒരു എത്ര സീറ്റെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യത പൊതുവെ കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മത്സര രംഗത്താണ്. അതും കൂടെ ഉദ്ദേശമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം
ഈ 4 മണ്ഡലങ്ങളിലാണ് BJP തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്നും ഒരു മേൽക്കൈ നേടുന്നത്, നിർണായകശക്തിയായി മാറാറുള്ളത്. ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇത്തവണ 2 മണ്ഡലങ്ങളിൽ കൂടെ ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മേൽക്കൈ നേടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കാട്ടാക്കടയിലും ആറ്റിങ്ങലിലുമാണ്. അപ്പോൾ കാട്ടാക്കടയിലെന്ന് പറഞ്ഞാൽ വി മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. കാട്ടാക്കടയിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. അതേപോലെ തന്നെ ആറ്റിങ്ങലും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ എടുക്കുമ്പം ഈ 6 മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ്. ഇതിൽ വട്ടിയൂർക്കാവിൽ വളരെ അതിശക്തമായ മത്സരമാണ്. പക്ഷേ നിയമവും കഴക്കൂട്ടവും ഈ വലിയ സാധ്യത അവർക്ക് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് നിയമത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ, സംഘടനാ വർക്ക് എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ജനകീയനായ CPM നേതാവിനെ മറികടക്കുന്നതായിരുന്നു. അദ്ദേഹം വലിയ സംഘാടകനാണ്, പക്ഷേ വലിയ ജനപിന്തുണ. പക്ഷേ ഇത്തവണ അതിനെല്ലാം അത്രയും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. വി മുരളീധരൻ വർഷങ്ങളായിട്ട്, ഒരു 15 കൊല്ലമായിട്ട് പുള്ളി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫലം ഉണ്ടാകുമെന്ന് BJP കരുതുന്നു. നിയമത്താണെങ്കിലും ഒരുപാട് ഘടകങ്ങളുണ്ട്. മുസ്ലിം വോട്ട് എങ്ങോട്ട് പോകും, അവിടുത്തെ നായർ വോട്ട് ഭിന്നിക്കുമോ? കഴിഞ്ഞ കുമ്മൻ രാജശേഖരൻ തോക്കാനുള്ള ഒരു പ്രധാന കാരണം നായർ വോട്ട് ഭിന്നിച്ചു ഈ K മുരളീധരൻ വന്നു നിന്നപ്പോൾ. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് ബൾക്കായിട്ട് ശിവൻകുട്ടിക്ക് കിട്ടുകയും ചെയ്തു. ഇത് 2 ഘടകങ്ങളാണ്. ഇത്തവണ ശബരിനാഥാണ്. K മുരളീധരനോടൊപ്പം അത്ര ശക്തനല്ല എന്ത് പറഞ്ഞാലും ശബരിനാഥ്. പിന്നെ K മുരളീധരൻ എന്ന് പറഞ്ഞാൽ ശക്തനെ വോട്ട് ചെയ്ത നായർ വിഭാഗക്കാരുണ്ട്, അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അവിടെ ജയിക്കാനുള്ള കപ്പാസിറ്റി, അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ ഇതെല്ലാം ഇവരുടെയൊക്കെ മനസ്സിൽ എങ്ങനെ ഇത് സ്വാധീനിക്കും. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് ഭൂരിപക്ഷം നൽകിയ ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും പേര് തന്നെ വീണ്ടും വോട്ട് ചെയ്താൽ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ് BJP. ആ നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് തെളിയിക്കേണ്ടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതെ. അതോടെ കാട്ടാക്കടയും നമ്മൾ ശ്രദ്ധിക്കണം. PK കൃഷ്ണദാസാണ്. അത്ഭുതം വേണമെങ്കിൽ അവിടെ സംഭവിക്കാം. പക്ഷേ അവിടെ ജനകീയനായ ഒരു CPM സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. പിന്നെ നാടാർ വോട്ടറുകളിൽ വിള്ളൽ വരുത്താൻ പറ്റുന്നൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ വളരെ ശക്തമായ മത്സരം, പ്രവചനാതീതമായ മത്സരം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. അതുപോലെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞ മണ്ഡലവും വളരെ കരുതലോടെ തന്നെ കാണേണ്ടതാണ്. കാര്യം അവിടെ BJPയുടെ ഏറ്റവും ശ്രദ്ധേയനായ യുവ നേതാവ് യുവരാജ് ഗോകുൽ വളരെ കൃത്യമായി BJP സ്ഥാനാർത്ഥി നിർത്തിയ ഒരു സ്ഥലം നെടുമങ്ങാടാണ്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ യുവാവാണ്. പുള്ളിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ കോൺഗ്രസിൻ്റെ അകത്ത് മീനാങ്കൽ കുമാർ നടത്തിയ പ്രശ്നങ്ങളുണ്ട്. മറുഭാഗത്ത് ഇടതുമുന്നണിയിൽ GR അനിലിനും അവിടെ പ്രശ്നങ്ങളുണ്ട്. ഇതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു കരുത്ത് യുവരാജ് ഗോകുൽ എത്രത്തോളം വോട്ട് പിടിക്കും? കാര്യം വി രാജേഷ് എങ്ങനെയായിരുന്നു വലിയ തോതിലുള്ള വി രാജേഷിന് ആദ്യം ഹരിപ്പാട് മണ്ഡലത്തിലാണ് BJP അന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പിന്നീട് വി രാജേഷ് നാട്ടിലേക്ക് വരികയായിരുന്നു. വി രാജേഷ് അന്ന് 36, എനിക്ക് കൃത്യമായ കണക്ക് ഓർമ്മയില്ല, 36,000-ഓളം വോട്ടാണ് വി രാജേഷ് അന്ന് നേടിയത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന വെറും 7,000-8,000 വോട്ടാണ്. അപ്പോൾ വി രാജേഷിനെ പോലെ തന്നെ ഒരു വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു യുവ നേതാവാണ്. പലരും പറയാറുണ്ട് കഴിഞ്ഞ വി രാജേഷ് നെടുമങ്ങാട് മത്സരിച്ചിരുന്നെങ്കിൽ, കഴിഞ്ഞ വട്ടിയൂർക്കാവിലാണ് മത്സരിച്ചിരുന്നത്, ഒരു പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടേക്കാണ് യുവരാജ് വരുന്നത്. അപ്പോൾ വി രാജേഷിൻ്റെ ഒരു യഥാർത്ഥ പിൻഗാമിയെ അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുകയാണ്. അത് വളരെ സ്വാധീനമുണ്ട്. അത് മാത്രമല്ല, ഈ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിലെയും നേമം മണ്ഡലത്തിലെയും പിന്നെ വട്ടിയൂർക്കാവിൽ എത്രത്തോളം വോട്ട് കിട്ടും, കഴക്കൂട്ടത്തെ എല്ലാ വിജയങ്ങളിലും ഈ മേയറുടെ ഒരു ഫാക്ടർ, ഇത്തവണ മേയറുടെ ഒരു ഫാക്ടർ വലിയ നിർണായക ഘടകമായി തന്നെ മാറും. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് BJP. തിരുവനന്തപുരം പിന്നെ ഞാൻ ഈ കൊല്ലത്ത് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പത്തനംതിട്ടയിലും സാധ്യത വോട്ട് പിടിക്കുമെങ്കിലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. വോട്ട് അവിടെ ജയിക്കും എന്ന് നമുക്ക് പറയുക അസാധ്യമാണ്. പക്ഷേ പത്തനംതിട്ടയിൽ വരുമ്പോൾ ആറന്മുള ജില്ലയിൽ കുമ്മനം രാജശേഖരൻ നിൽക്കുന്നു. കുമ്മനത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയാണ്. പ്രവർത്തന മേഖലയാണ്. ആറന്മുളയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു പേര്. ആറന്മുള വിമാനത്താവള സമരത്തിനെ നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അവിടെ ഉറച്ച വേരുകളുണ്ട്, എല്ലാവരുമായിട്ടും അടുപ്പമുണ്ട്. അവിടെ അതിശക്തമായ വീണ ജോർജാണ് മത്സരിക്കുന്നത്. അബിൻ വർക്കി കോടിയാട്ട് അതിശക്തനായ കോൺഗ്രസിന്റെ യുവമുഖമാണ്. ഇവർ മൂന്നുപേരും കൂടെ മത്സരിക്കുമ്പം ആരും ജയിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചകളിൽ അവിടെ നിന്നുള്ള വിശാലൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യം, നമ്മൾ കരുതുന്നത് പോലെ ഈ ആറന്മുള എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് മേധാവിത്വമുള്ള ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമല്ല, ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അവിടെയാണ് കുമ്മൻ രാജശേഖരന്റെ പ്രസക്തി. എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് കുമ്മൻ രാജശേഖരൻ. അത് അദ്ദേഹം വളരെ രാഷ്ട്രീയത്തിന് അതീതമായി
എല്ലാ ഹിന്ദുക്കൾക്കിടയിലും അംഗീകാരമുള്ള ഒരു ഹിന്ദുക്കൾക്കിടയിൽ അല്ലാതെ, പക്ഷേ ഹിന്ദു വോട്ട് മൊത്തം സമാഹരിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. അവിടെ 2 ഓർത്തഡോക്സ് സ്ഥാനാർത്ഥികൾ അങ്ങനെ പറഞ്ഞ് മത്സരിക്കുമ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് ആറന്മുള, പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പ്രതീക്ഷിച്ച ആള് മാറി. അപ്പം ചെങ്ങന്നൂരോട് ചേർന്ന് നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് വളരെ ജനകീയനായ ഒരു BJP നേതാവ് മത്സരിക്കുന്നത്. അവിടെ എന്തും നടക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് അബിൻ വർക്കിയെ പോലുള്ളൊരു യുവരക്തം, അത് വളരെ ശക്തമാണ്. പക്ഷേ ബീന ജോർജിന് ഒരുപാട് നെഗറ്റീവ് ഘടകങ്ങളുണ്ട്. കാര്യം ഭർത്താവ് തന്നെ ഒരു ഘട്ടത്തിൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രശ്നം കുടുംബം തന്നെ പറയുക മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മത്സരിക്കുകയാണ്. അതെല്ലാം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അറിയത്തില്ല അവിടെ. പക്ഷേ കുമ്മനം ഫാക്ടർ അത് വളരെ നിർണായകമാണ്. പിന്നെ നമ്മൾ ഈ കൊല്ലത്തുനിന്ന് ആലപ്പുഴ ജില്ലയിൽ വന്നാൽ ആലപ്പുഴയിലൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയത് സന്ദീപ് വാചസ്പതിയാണ്. പക്ഷേ ഹരിപ്പാടാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആപ്പാട ജില്ലയിൽ കിട്ടിയത് ഒന്ന് അല്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ ശക്തമായ പോരാട്ടം അവിടെ ഹരിപ്പാട് കാഴ്ചവെച്ചിരുന്നു. ഹരിപ്പാടും കായംകുളത്തൊക്കെ കാഴ്ചവെച്ചിരുന്നു. സന്ദീപ് വാചസ്പതി ഒരു ചെറിയ കക്ഷിയല്ല. ആളുകൾക്കിടയിലേക്ക് പെട്ടെന്ന് പടർന്നു ചെല്ലാൻ പറ്റുന്ന ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്, പക്ഷേ രമേശ് ചെന്നിത്തല ഈ കടുത്ത വെല്ലുവിളിയാണ്. ഇപ്പം തന്നെ ഡൽഹിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തല സന്ദീപ് വാചസ്പതിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നു. അവിടെ പിന്നെ നിന്നില്ല, പെട്ടെന്ന് വെട്ടിച്ചുരുക്കി വന്ന് പ്രചരണം തുടങ്ങി. അതാണ് സന്ദീപ് വാചസ്പതിയെ സംബന്ധിച്ച് നമുക്കറിയാം. മറ്റേ ആലപ്പുഴ രസാക്ഷി ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ല കപ്പാസിറ്റി ഉള്ള എല്ലാ കാര്യത്തിലും മാധ്യമപ്രവർത്തനം കൂടെ ആയിരുന്ന ആളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. സന്ദീപ് വാചസ്പതി ഒരു മാധ്യമപ്രവർത്തനം എന്ന ഒരാളാണ്. അല്ലാത്ത ഒരു പൊതുരംഗത്തുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും പോലെ ഒരു മാധ്യമപ്രവർത്തന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉള്ളുകളികൾ, ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാൾ തന്നെയാണ് സന്ദീപ് വാചസ്പതി. പിന്നെ കോട്ടയത്താണ് BJP. കോട്ടയത്ത് 3 സീറ്റുകളാണ്. ഒന്ന് പാലയിൽ ഷോൺ ജോർജ്. പാലയിൽ ഷോൺ ജോർജ് ജയിക്കുകയോ ഇല്ല എന്നുള്ളതല്ല, അവിടെ ഒരു ഷോൺ ജോർജിൻ്റെ ഒരു തരംഗമായി മാറാൻ ഇപ്പോഴെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതെ. പിന്നെ തൊട്ടടുത്ത് പൂഞ്ഞാറ്. അല്ല, അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ അവരെ അച്ഛനും മകനും മത്സരിക്കുന്ന ഈ അടുത്തടുത്തുള്ള 2 മണ്ഡലങ്ങൾ, ഇത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അപൂർവതയാണ്. ഇപ്പോൾ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഒരു കുറേ എന്തെങ്കിലും ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നത്തെ ക്ഷമാപണം നടത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ PC ജോർജ് ഇപ്പോൾ ഒരുപാട് സ്വീകാരനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഞാൻ മനസ്സിലാക്കിയതാണ്, BJPയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട 5-6 പേരേ ഉള്ളൂ. അതിലൊരാൾ PC ജോർജാണ്. പിന്നെ ഒന്ന് പത്മജ വേണുഗോപാലാണ്. പിന്നെ ഒന്ന് ശോഭാ സുരേന്ദ്രനാണ്. പിന്നെ ഒന്ന് K സുരേന്ദ്രനാണ്. വളരെ നേരത്തെ നിങ്ങൾ മത്സരിച്ചേ പറ്റൂ, ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം എന്ന് അവർ നേരിട്ട് നിർദ്ദേശം കൊടുത്ത 4 പേരാണ്. K സുരേന്ദ്രനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, പത്മജ വേണുഗോപാലുണ്ട്, പിന്നെ PC ജോർജുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ PC ജോർജ് പിടിച്ച വോട്ടും BJP വോട്ടും കൂടെ കിട്ടിയാൽ PC ജോർജിന് ജയിക്കാൻ പറ്റും. അതേപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജ് എന്ന് പറയുന്ന MLA ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ തവണ PC ജോർജ് തോറ്റു. പകരം വന്ന ആൾക്ക് അത്ര ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റി കാണത്തില്ല. സഭയിലും പുറത്തും അപ്പം PC ജോർജിന്റെ ഒരു MLA എന്ന് പറയുന്ന കുറവ് അവിടുത്തെ ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ PC ജോർജിന് പിടിക്കാൻ പറ്റിയ അത്രയും വോട്ട് PC ജോർജിന് പിടിക്കാം. ഒപ്പം BJPയുടെ വോട്ടും കൂടെ കിട്ടിയാൽ ഉറപ്പായിട്ട് PC ജോർജിന് ജയിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ BJP ഇത്തവണ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാ വർഷങ്ങളും സംഭവിക്കുന്നത്. തിരുവനന്തപുരത്തൊപ്പം തന്നെ ഈ PC ജോർജിന്റെ മണ്ഡലം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരുപക്ഷെ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അവിടെ പാലായിലെ കാര്യങ്ങൾ ഷോണിന്റെ കാര്യത്തിൽ പറയാത്ത, ഷോണിനെതിരെ മത്സരിക്കുന്ന 2 പേരും ഹെവി വെയിറ്റുകളാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ഹെവി വെയിറ്റ് ആണ്. 2 പേരും മന്ത്രി ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കുന്നത്. അപ്പം അത് ആണ് ഷോണിന് അവിടെ ഒരു ഇത് ഉള്ളത്. ഷോൺ പക്ഷേ അത് മറികടക്കുമായിരിക്കും. പക്ഷേ PC ജോർജ് എന്ന് പറഞ്ഞ കരുത്തിന് അതൊന്നുമില്ല. PC ജോർജിൻ്റെ അത്ര വലിയ സ്ഥാനാർത്ഥികളല്ല എതിരാളികൾ. കഴിഞ്ഞ തവണ കുറേ പ്രശ്നങ്ങൾ കാരണം തോറ്റുപോയതാണ്. അവിടുത്തെ സാമുദായിക പ്രശ്നങ്ങൾ കാരണം തോറ്റുപോയതാണ്. PC ജോർജ് ഹെവി വെയിറ്റ്. അതെ. പിന്നെ കാഞ്ഞിരപ്പള്ളി, അവിടെ ജോർജ് കുര്യനാണ് മത്സരിക്കുന്നത്. ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. BJPക്കിടയിൽ ഇത്രയും സ്വീകാര്യതയുള്ള ഒരു നേതാവ് ഇല്ല. ഒരു വിവാദങ്ങളും പെടാതെ എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറും. അതുമാത്രമല്ല, ജനസംഘത്തിൽ നിന്ന് BJPയിലെത്തിയ ക്രൈസ്തവ മുഖമാണ്. യഥാർത്ഥ ഒരു RSS കാരൻ എന്ന നിലയിൽ തന്നെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പുള്ളിയെ മാറ്റി നിർത്തിയിട്ടില്ല ഒരിക്കലും. ഇപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടാകുമ്പോൾ പല വിവാദങ്ങളുണ്ടാവും. ജോർജ് കുര്യൻ വന്നപ്പോൾ മാത്രമാണ് അണികളെല്ലാം അതെ പുള്ളി അതിന് യോഗ്യനാണ്. അല്ല, കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോഴേ അവിടെയും ഇപ്പോൾ പഴയ വാഴൂരാണ് കാഞ്ഞിരപ്പള്ളിയെ മാറിയത്. അതെ.
അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അവിടെ ക്രൈസ്തവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ആണ് ഫലം നിർണ്ണയിക്കുന്നത്. ഇതിൽ ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന തീർച്ചയായും ജയരാജ് എന്ന അദ്ദേഹം വളരെ കാലമായിട്ട് മത്സരിച്ചാണ്, വളരെ കാലമായിട്ട് ഹിന്ദുക്കളുടെ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് അറിയപ്പെടുന്നതെങ്കിലും ഈ ജോർജ് കുര്യൻ അത്ര ചെറിയ കക്ഷിയല്ല. പുള്ളിക്ക് ഹിന്ദു വോട്ടുകളെയും സ്വാധീനിക്കാൻ പറ്റും. കാര്യം അവിടെ RSS നന്നായി വർക്ക് ചെയ്യും ഈ ജോർജ് കുര്യൻ ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ പോകേണ്ടത് നേരെ പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ. അതിനു മുമ്പ് തൃശ്ശൂരിനെ പറ്റി പറഞ്ഞു പോകണം. പത്മജ വേണുഗോപാലാണ് മത്സരിക്കുന്നത്. സുരേഷ് ഗോപി സിറ്റിംഗ് MP ആണ് തൃശ്ശൂരിൻ്റെ. അവിടെ ഒരു സീറ്റ് നേടുക എന്ന് പറയുന്നത് BJPയുടെ ജീവൻ മരണ പ്രശ്നം. അതും തൃശ്ശൂരിനെ സ്വന്തമായി കരുതിയിരുന്ന K കരുണാകരൻ്റെ മകളാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് അല്ലേ തുടങ്ങും. നേരത്തെ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ എല്ലാം പരാജയപ്പെട്ട അവർ ഇക്കുറി BJP സ്ഥാനാർത്ഥിയുടെ അവിടെ വിജയിക്കുകയാണെങ്കിൽ അത് വലിയൊരു ചരിത്രം. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അവരെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു RSSന്റെ എല്ലാവിധ ഒരു സംവിധാനങ്ങളും തൃശ്ശൂരിൽ വളരെ ശക്തമായിട്ടുണ്ടാവും. കാര്യം അത് അവരുടെ സിറ്റിംഗ് MP ഉള്ള സ്ഥലമാണ്. അവിടെ ആ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ജയിച്ചേ പറ്റൂ. വലിയ തൃശ്ശൂരിന്റെ ഭാവിയിൽ തൃശ്ശൂരിന്റെ ലോക്സഭ പിടിക്കാനൊക്കെ അത് വലിയ വെല്ലുവിളിയാണ്. അവിടെ ആദ്യ ഘട്ടം പിന്നെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴും B ഗോപാലകൃഷ്ണനെ പോലെ അത് പ്രധാനപ്പെട്ട അതിന്റെ പേര് അതിലില്ലായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ എല്ലാ കാലവും ലീഗ് ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണെങ്കിലും B ഗോപാലകൃഷ്ണൻ അവിടെ മത്സരിക്കും. അതിന്റെ പ്രതിധ്വനി ഉണ്ടാകാൻ പോകുന്ന ഈ തൃശ്ശൂർ മണ്ഡലത്തിലായിരിക്കും. അവിടെ അദ്ദേഹം കുറേ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലനം. പിന്നെ നമ്മൾ പാലക്കാട്ടേക്ക് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ അവരെ ഇലക്ഷൻ നേരത്തെ മത്സരിച്ചതിനൊക്കെ ഏറ്റവും നല്ലൊരു സുവർണാവസരം തന്നെയായിരിക്കും ഇത്തവണ അവിടെ കിട്ടിയിട്ടുള്ളത് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ രമേശ് പിഷാരടി അദ്ദേഹം രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അദ്ദേഹം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പോലെ അങ്ങനെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളല്ല, സിനിമാടനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് അവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നവാഗതനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇതിനിടയിൽ സ്ഥാനാർത്ഥികളിൽ ഹെവി വെയിറ്റ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിക്കുമ്പോഴും ഷാഫി പറമ്പിലാണ് അവിടെ മത്സരിച്ചത്. അതിന് മുമ്പത്തെ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് ആണ്. പക്ഷേ പാലക്കാട്ടെ സ്ഥാനാർത്ഥികളിലെ ഹെവി വെയിറ്റ് ആയിട്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ച് 4000 വോട്ടിന് തോക്കുമ്പോൾ പോലും ഹെവി വെയിറ്റ് ആയിരുന്നില്ല. കാര്യം ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. ആ ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു ഹെവി വെയിറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വാധീനമുണ്ടല്ലോ. അതുകൊണ്ടാണ് ശ്രീധരൻ്റെ ചില മേഖലകളിൽ ശ്രീധരന് തോപ്പിക്കാൻ പറ്റിയത്. മാത്രമല്ല ബൈ ഇലക്ഷൻ നടന്നപ്പോഴും ഷാഫിയുടെ സ്വാധീനം നിർണായകമായിരുന്നു. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ഹെവി വെയിറ്റ് തന്നെയായിരുന്നു അത്തവണയും. അല്ലെ, കൃഷ്ണകുമാറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഷാഫി പറമ്പിൽ. അത് ഹെവി വെയിറ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ പാലക്കാട് നോക്കിയാൽ അവിടെ ഉള്ള ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് വളരെ നിർണായകമാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ ആളുകളെ ഇളക്കാൻ അറിയാം, ആളുകളെ അടുപ്പിക്കാൻ അറിയാം. നമ്മളിത് പലപ്പോഴും കണ്ടതാണ്. ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അവര് BJPക്ക് വേണ്ടി എവിടെ മത്സരിച്ചാലും വോട്ട് കൂട്ടും. പക്ഷേ കഴക്കൂട്ടത്ത് മാത്രമാണ് അതിനൊരു ചെറിയ അപവാദം ഉണ്ടായത്. കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ V മുരളീധരൻ്റെ അത്ര വോട്ട് പിടിക്കാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും അവർ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ അവരെ തൊട്ട് അടുത്താണ് അവരെ വീട്. അവർക്ക് പാലക്കാട് മണ്ഡലമായിട്ട് അടുത്ത ബന്ധമുണ്ട്, നേരത്തെ മത്സരിച്ചിട്ടുള്ള ആളാണ്, അവർക്ക് ബന്ധമുണ്ട്, സ്ത്രീ എന്ന നിലയിലുള്ള പരിഗണന. അതുകൊണ്ട് തന്നെ പാലക്കാട് BJPക്ക് ഇത്തവണ മത്സരിക്കുന്ന വനിതാ നേതാക്കളിൽ വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരു ഏറ്റവും ശ്രദ്ധേയ വ്യക്തിത്വം എന്ന് പറയുന്നത് ശൈല ടീച്ചർ കഴിഞ്ഞാൽ അടുത്ത ആള് ശോഭാ തന്നെയാണ്. അത് ഇക്കുറി അവർക്ക് ഒരു പക്ഷേ അവിടെ അല്പം സൃഷ്ടിക്കാൻ കഴിയും. അതേപോലെ മലമ്പുഴയിലെ ശ്രീകൃഷ്ണകുമാർ, അത് നമ്മൾ പാലക്കാട് നിന്ന് തോറ്റാണെങ്കിലും ശ്രീകൃഷ്ണകുമാർ മലമ്പുഴയിൽ കഴിഞ്ഞ തവണയൊക്കെ അത്ഭുതങ്ങൾ ഒരുപാട് 40,000-ഓളം വോട്ട് പിടിച്ചിട്ട് അത്ഭുതം കാഴ്ചവെച്ച വ്യക്തിയാണ്. പുള്ളി ഈ പാലക്കാട് ശ്രദ്ധിക്കുമ്പോഴും മലമ്പുഴയെയും പുള്ളി ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ അവിടെ എന്ത് ചെയ്യും? കാര്യം എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായ സുരേഷാണ് അവിടെ മത്സരിക്കുന്നത്. അത് CPM വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുന്ന സുരേഷിന് കോൺഗ്രസിൻ്റെ മൊത്തം വോട്ട് കിട്ടുമോ എന്നൊക്കെ പറയുന്ന പല പല ആശയക്കുഴപ്പങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ നിൽക്കുമ്പം, അതായത് CPMൻ്റെ വോട്ടുകളിൽ സുരേഷ് കടന്നു കയറിയാൽ VS അച്യുതാനന്ദൻ്റെ വികാരം വെച്ച്, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ്റെ മകൻ മലമ്പുഴയിൽ മത്സരിക്കുമെന്നൊരു ചർച്ച സജീവമായിരുന്നു. അപ്പോൾ ആളുകൾ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. VS അച്യുതാനന്ദൻ അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ എവിടെ. അപ്പം VS എന്ന് പറയുന്ന വികാരത്തെ CPM പരിഗണിച്ചില്ല, മകന് സീറ്റ് കൊടുത്തില്ല. പക്ഷേ അത്തരം ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ പത്മ പുരസ്കാരം വേണ്ടാന്ന് വെച്ചോ, അങ്ങനെയൊക്കെ പല പല വാർത്തകളുണ്ട്. ഇതെല്ലാം ആളുകൾ അന്ന് സ്വാധീനിച്ചിരുന്നു. പക്ഷേ സുരേഷ് മകന് സീറ്റില്ല. അപ്പോൾ സുരേഷ് ആദ്യമേ പറഞ്ഞിരുന്നു VSൻ്റെ മകൻ മത്സരിച്ചാൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ സുരേഷ് മത്സരിക്കുമ്പോൾ VSൻ്റെ
ഒരു നമുക്കറിയാം VS-ഉം സുരേഷുമായിട്ടുള്ള അടുപ്പം അതെ അതെ പ്രസക്തമാണ്. മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ഇക്കുറി ഒരു പക്ഷേ സുരേന്ദ്രന് കഴിഞ്ഞ വട്ടം തന്നെ വളരെ കുറഞ്ഞ വോട്ടിനാണല്ലോ അദ്ദേഹം പരാജയപ്പെട്ടത്. സുരേന്ദ്രൻ ചേട്ടൻ മഞ്ചേശ്വരം, ഞാൻ സുരേന്ദ്രൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, കെ സുരേന്ദ്രൻ. അദ്ദേഹം മഞ്ചേശ്വരത്ത് വലിയ സാധ്യത തന്നെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, ആദ്യം കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനോടാണ് നിർദ്ദേശിച്ചത് മഞ്ചേശ്വരത്ത് പോയി പ്രവർത്തിക്കാൻ. സുരേന്ദ്രൻ തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ അത് വളരെ കൃത്യമായി പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ ഇത്തവണ ജയിക്കും, നിങ്ങൾ അവിടെ പൊയ്ക്കോ. അവിടെ പല സീറ്റ് മോഹികളും ഉണ്ടായിരുന്നു മഞ്ചേശ്വരത്ത്. അപ്പോൾ ഇക്കുറി ജയിക്കാൻ തന്നെയാണ് BJP രണ്ടും കൽപ്പിച്ച്. കാര്യം കുറേ സീറ്റുകൾ നേടിയെടുക്കുക. അപ്പോൾ എനിക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, BJPയുടെ ഘടകകക്ഷികൾ ഇപ്പം 2020 വന്നിട്ടുണ്ട്, BDJS വന്നിട്ടുണ്ട്. ഇവരുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കും മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്? ഈ 2020 എന്ന് പറയുന്ന പാർട്ടി വരുമ്പം പല സ്ഥലത്തും ക്രൈസ്തവ വോട്ടുകളൊക്കെ BJPയിലോട്ട് അടുപ്പിക്കാനുള്ളൊരു സംവിധാനം വരും. ഇപ്പോൾ റാന്നിയിൽ പോലും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയൊക്കെയാണ് അവർ നിർത്തുന്നത്. അങ്ങനെ ഒരു ക്രൈസ്തവരുമായിട്ട് അടുക്കാനുള്ളൊരു പാലമാണ് 2020. അല്ല മാത്രമല്ല, പക്ഷേ അതിൽ ചെറിയ വിഷയം ഇപ്പോഴും അവശേഷിക്കുന്നത് ഈ സീരിയലിലേക്ക് ആൾ അഭിനയിക്കുന്നവരെ വിളിച്ച് നിർത്തി അതിൽ കുറച്ചൊരു അബദ്ധം സംഭവിച്ചു എന്ന് തോന്നുന്നു. കാരണം ഇത് CPM-ൻ്റെ ആയിട്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണോ എന്നുള്ള വിമർശനം പോലും ഇപ്പം 4 ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഈ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം അന്തർധാരകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും? ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കാതെ പോകും. ഒരു വികാരം, ഒരു തരംഗം ഉണ്ടായാൽ അന്തർധാരകൾക്ക് പ്രസക്തിയില്ല. പക്ഷേ ഈ BJPക്ക് ഇത്തരം സ്ഥാനാർത്ഥികളെ നിർത്തിയതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ NDAക്ക് വോട്ട് വിഹിതം ഒരുപാട് ഉയർത്താൻ പറ്റാതെ പോകും. അതെ, പക്ഷേ നമ്മൾ ഒരു 5-6 സീറ്റിലൊക്കെ മുൻതൂക്കം നേടിയാൽ പോലും നമ്മളെ വോട്ട് ഷെയർ 25 എന്ന് പറയുന്ന വോട്ട് ഷെയറിൽ എത്താനുള്ള ഒരു തടസ്സമായിട്ട് ഈ സ്ഥാനാർത്ഥി. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ അവിടെ മുനിസിപ്പാലിറ്റി പിടിച്ച അത്ര അതിശക്തമാണ്. തുറവൂർ ശമ്പര സാറ് മത്സരിച്ചപ്പോഴും KS രാധാകൃഷ്ണൻ സാർ മത്സരിച്ചപ്പോഴൊക്കെ തന്നെ ഒരു വലിയ തോതിലുള്ള ലീഡ് അവിടെ നേടിയതാണ്. അവിടെ ഇത്ര ഒരു ഹെവി വെയിറ്റിന് ഇറക്കാമായിരുന്നു അവർക്ക്. അവിടെ തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ KVS ഹരിദാസിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നു. BJPയുടെ ഒരു വലിയ മുഖമാണ്, ഒരു എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ KVSനെ തന്നെ ഇറക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തുറ. അതാണ് പലർക്കും ഇപ്പോൾ സംശയം വരുന്നത്. അതുപോലെ BDJS-ൻ്റെ കാര്യം, BDJS-ൽ ഇപ്പോൾ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഭരണസമിതി കോടതി പിരിച്ചുവിട്ടതൊക്കെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഇവിടെ ഉണ്ടാവേണ്ട സാധ്യതകൾ കളയാൻ കഴിയുമോ? അല്ല, BDJS-ഉം ഞാൻ പറഞ്ഞില്ലേ 2020-യും എനിക്ക് ഒരു വിന്നബിൾ കാൻഡിഡേറ്റിനെ നമുക്ക് ഒരിടത്തും കാണാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ വർക്കല എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ പോലും ഒരു മികച്ച BJP സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അത്ഭുതം അവിടെ. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം V മുരളീധരൻ കഴക്കൂട്ടത്താണ്. ഒരുപക്ഷെ V മുരളീധരൻ കഴക്കൂട്ടത്ത് നിൽക്കാതെ വർക്കലയിലാണ് നിന്നിരുന്നെങ്കിൽ അവിടെ ഒരു വലിയൊരു മത്സരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ BJPയിലും ഈ ആളുകളുടെ എണ്ണം കുറവാണല്ലോ. V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, അതെ, കുറവാണ്. അപ്പോൾ അവർ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇത്തരം സീറ്റുകൾ അവർ. ചങ്ങനാശ്ശേരിയിൽ B രാധാകൃഷ്ണ മേനോനുണ്ട്. പൊതുവേ അദ്ദേഹം NSS നേതൃത്വമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏറെ സഹായകരമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു ക്രൈസ്തവ മണ്ഡലമായതുകൊണ്ട് അല്ല, എനിക്കിപ്പോൾ പറയാൻ ഒരു കൊണ്ട് രമേശ് ചോദിക്കാനുള്ളത്, ഇത് ഭാവിയിൽ 2030 നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ട് കണക്കാക്കാൻ BJP സംബന്ധിച്ച്? അല്ല, BJP എന്ന് പറഞ്ഞാൽ അൺടച്ചബിൾ പാർട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്ന് 2 പേര്, CPM-ൽ നിന്ന് 2 പേര് എല്ലാം BJPയിൽ ചേരുകയാണ്. അപ്പം ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ക്രമേണ ഇല്ലാതായി ഇരിക്കുകയാണ്. ഈ അടുത്തവണയൊക്കെ വലിയ അസംതൃപ്തരുടെ ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു പ്ലാനിങ് ആണ് അവർ നടത്തുന്നത്. മുമ്പൊക്കെ എപ്പോഴും ഒരു BJP CPM കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിൽക്കും. അതേപോലെ BJPക്കാരെ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ 2 മുന്നണികളാണ് ഉള്ളത്. ഈ മുന്നണി സംവിധാനം ഈ തെരഞ്ഞെടുപ്പോടെ നശിക്കും എന്നാണ് BJP. ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്, ഈ നമ്മൾ പലപ്പോഴും നേരത്തെ കരുതിയിരുന്നത് 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ എപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്ക് ആയിരിക്കും BJP ബാധിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മാറി CPM-നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ. അതായത് CPM-നാണ് കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നേരത്തെ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന നായർ വോട്ടുകൾ നേരത്തെ തന്നെ BJPയിലോട്ട് മാക്സിമം വന്നു കഴിഞ്ഞു. പിന്നെ ഇനി വരാനുള്ളത് ക്രൈസ്തവരും മുസ്ലിമുകൾ വോട്ടുകൾ ആണ് വരാനുള്ളത്. മറ്റതെന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് BJP സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് പല സ്ഥലത്തും BJPയുടെ സ്ഥാനാർത്ഥി വീക്കാവുമ്പോൾ കോൺഗ്രസ് ഒത്തുകളി ആരോപിക്കുന്നത്. കാര്യം അവർക്കറിയാം ഇത് വോട്ടുകൾ ഈ വോട്ട് മറിക്കുക കൊണ്ട് പറയുന്നതിന് പകരം ദുർബല സ്ഥാനത്ത് നിർത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ആരോപിക്കുന്നത്. അതെ 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 അല്ല, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ BJPയുടെ ഒരു അവസ്ഥ കേരളത്തിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമല്ലേ? നേമത്തും കഴക്കൂട്ടത്തും വലിയ സാധ്യത തിരുവനന്തപുരം ജില്ലയിലുണ്ട്, പാലക്കാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ PC ജോർജിനെ ഞാനൊരു അത്ഭുതമായി പ്രതീക്ഷിക്കുകയാണ്. പിന്നെ പത്മജ വേണുഗോപാൽ, പിന്നെ K സുരേന്ദ്രൻ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ ഇക്കുറി അവർ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അതൊരു ഞാൻ പറഞ്ഞ പോലെ 5-6 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു എന്താണ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി കണക്കാക്കാം ബി ജെ പിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഭയങ്കര ശോഷിക്കും, 3 തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് CPM-നാണ് തിരിച്ചടി ഉണ്ടാവണമെങ്കിലും CPM-ന് വലിയ ക്ഷീണങ്ങളുണ്ടാവും. കാര്യം പിണറായിസമാണ് ഇതിനെ നശിപ്പിച്ചതെന്നുള്ള അണികൾക്കിടയിലുള്ള ഒരു സാധനം, അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് അവിടെ മാറും. ഇതിന്റെ ഗുണഭോക്താവും BJP ആയി. കണ്ണൂരിന്ന് പോലും ഇപ്പൊ സഹാക്കളോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ എത്തി. പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട് TK എന്ന പ്രധാനപ്പെട്ട നേതാവാണ്. സത്യമാണല്ലോ അത്. ഒരുപക്ഷെ ജി സുധാകരനെ പറ്റി പോലും അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. ഇല്ല, കാരണം ജി സുധാകരൻ കഴിഞ്ഞ കുറെ നാളുകളായി തർക്കത്തിലായിരുന്നു. പക്ഷേ TK സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും പാർട്ടിക്ക് വിധേയനായി ജീവിച്ചിരുന്ന ഒരാളാണ്. അതെ അതെ അതെ, അത് പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഉത്തര മലബാറിലൊക്കെ തന്നെ BJPക്ക് ശക്തി വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുപക്ഷെ നമ്മൾ ഈ പറയുമ്പോഴും കോഴിക്കോട് വലിയ തോതിൽ കോഴിക്കോട്ടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു വലിയ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. സുപരിചിതനാണ്. ഈ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ കോഴിക്കോട് അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവിടെയും വോട്ട് വൻതോതിൽ ഈ BJP സമാഹരിക്കും. വോട്ട് ഷെയർ ഉയർത്താൻ കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അത് BJP സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും. ഇക്കുറി എത്ര സീറ്റുകൾ നേടുന്നു എന്നുള്ളത് മാത്രമല്ല, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, എത്ര സീറ്റുകൾ 2ാം സ്ഥാനത്തെത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. അതെ, സീറ്റ് നേടണമല്ലോ. എപ്പോഴെങ്കിലും അവർക്ക് സീറ്റുകൾ നേടാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് ഭാഷയെ പറഞ്ഞ സുവർണ അവസരമാണുള്ളത്. അതിൽ അദ്ദേഹം കുറെ മത്സരിക്കുന്നില്ല. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ BJPയുടെ സാധ്യതകളാണ് നമ്മൾ വിശകലനം ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണികളിലൊക്കെ തന്നെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു അവസരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അവർ കേരള നിയമസഭയിലേക്ക് അവരെ പല അംഗങ്ങൾ എത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ CPM കോൺഗ്രസ് പോലും എത്തില്ല എന്നൊന്നും പറയുന്നില്ല. അതെ, പല മണ്ഡലങ്ങളിലും. അതെ, അത് പണ്ട് 84 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ 2 സീറ്റാണ് കിട്ടിയ BJP. അവിടെ നിന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇത്രയും ഭരിക്കുന്ന അവസ്ഥത്തെ അന്നങ്ങാണ്ട് ഞങ്ങളൊരിക്കൽ ഇന്ത്യ ഭരിക്കുന്നങ്ങാണ്ട് SB വാജ്പേയി പ്രസംഗിച്ച പലരും കളിയാക്കി ചിരിച്ചു. കുറച്ച് ദിവസം മുമ്പ് കാന്തപുരം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും പ്രശ്നത്തിലല്ല, സുരക്ഷിതരാണെന്ന് കാന്തപുരം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പൊ അതൊരു വലിയ വിഭാഗത്തിന്റെ ഒരു ആളാണ് അദ്ദേഹം, ആചാര്യനാണ് അദ്ദേഹം. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് നിന്ന് കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പങ്കിട്ട സ്നേഹം അദ്ദേഹം വളരെ ഒരു രാഷ്ട്രതലവന്മാരൊക്കെ ഇരിക്കുന്നത് ആ മുറിയിലാണ് ഇരുത്തി ചർച്ച നടത്തിയതൊക്കെ തന്നെ. അപ്പോൾ ഏതായാലും ഇതൊരു വലിയൊരു മാറ്റത്തിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ മുന്നണികളുടെ തന്നെ ഒരു മാറ്റത്തിൻ്റെ വലിയൊരു തുടക്കമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയാം. അതിൽ BJPക്ക് തീർച്ചയായും ശുഭപ്രതീക്ഷയോട് തന്നെ അവർക്ക് പ്രവർത്തിക്കാം. ഈ പ്രധാനപ്പെട്ട കുറേ നേതാക്കളെങ്കിലും ജയിച്ച് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റുള്ള സീറ്റുകളിൽ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനൊക്കെ കണക്കാക്കി എവിടെയാണ് പരാജയം പറ്റിയതെന്ന്. ഇത്തവണ 5 സീറ്റ് കിട്ടിയാൽ അവർക്ക് അടുത്തവണ അത് കൂട്ടാൻ പറ്റും. സാധാരണ BJPക്കും CPM-നുള്ള ഒരു പ്രത്യേകത, അവർ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയേറ്റാൽ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ അപേക്ഷിച്ച് അവർ 2 കൂട്ടരും പ്രഗത്ഭരാണ്. അപ്പോൾ അത് അവർക്ക് ഭാവിയിൽ കൂടുതൽ ഒരു കരുത്തേകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ഏതായാലും സമയം കഴിയുന്നു, നമ്മൾ ചർച്ച അവസാനിക്കുകയാണ്. നമസ്കാരം.